ഹലോ മക്കളെ, അമ്മയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു തണുത്ത വെളുപ്പാങ്കാലം. സമയം രാവിലെ 6 മണി. ഞാൻ നിൽക്കുന്നത് മുളന്തുരുത്തിക്ക് അടുത്തുള്ള ഒരു ജംഗ്ഷനിലാണ്. അവിടുന്ന് കോട്ടയത്തിനുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ഇതിലേ വരുന്ന ഒരു ബസ്സേ ഉള്ളൂ, പ്രൈവറ്റ് ബസ്. അതിൽ പോകാമെങ്കിൽ എനിക്കൊരു ബസ്സിന് നാഗമ്പടത്തെത്താം. അങ്ങനെ ഞാൻ നാഗമ്പടത്തെത്തി. ബസ്സിൽ കയറി ഇരുന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ മഴയും തണുപ്പുമായിരുന്നതിനാൽ ബസ്സിൻ്റെ ഷട്ടറുകളെല്ലാം അങ്ങനെ താത്തിട്ടിരിക്കുകയായിരുന്നു. കോട്ടയം വരെ സുഖമായിട്ടിരുന്ന് ഉറങ്ങി. കണ്ണ് തെളിഞ്ഞപ്പോൾ ഇതാ സ്റ്റാൻഡിൽ വന്നിറങ്ങി നിൽക്കുകയാണ്. സ്റ്റാൻഡ് കണ്ടോ? മഴ കാരണം അപ്പിടി വെള്ളമാണ്. ഒരു മനുഷ്യൻ പോലും നടക്കാനായിട്ട് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ചെളിയും വെള്ളവുമായി സ്റ്റാൻഡ് അങ്ങനെ കിടക്കുകയാണ്. വളരെ ജനനിബിഡമായ ഒരു സ്റ്റാൻഡാണിത്. പക്ഷേ ഇന്നത്തെ മഴ കാരണം ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു പോലും അറിയില്ല. അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് കയറി നിൽക്കുകയാണ്. എനിക്ക് പോകേണ്ടത് പാമ്പാടി കറുകച്ചാൽ റൂട്ടിൽ പോകുന്ന ബസ്സിന് വേണം എൻ്റെ ജോലി സ്ഥലത്തെത്താനായിട്ട്. അങ്ങനെ ഒരു ബസ്സിൽ കയറി ഞാൻ യാത്ര ചെയ്യുകയാണ്. ബസ്സിലും ആളുകൾ തീരെ കുറവാണ്. സുഖമായിട്ട് എനിക്ക് ഇരുന്ന് പോകാം. ഞാൻ ആ ബസ്സിൽ കയറി ഇരുന്ന് കടന്നു പോകുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മണർകാട്, പാമ്പാടി. ഇത് മണർകാട് അടുത്ത് വരുന്നു. മണർകാടിനോട് തിരിഞ്ഞ് പാമ്പാടിക്കുള്ള KK റോഡ് വഴിയാണ് ഈ ബസ് പോകുന്നത്. നല്ല സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. കിഴക്കൻ റൂട്ടിൻ്റെ ആരംഭം തുടങ്ങുന്നത് പാമ്പാടിയിൽ നിന്നാണ്. ഈ കോട്ടയത്തിൽ നിന്നും കട്ടപ്പന റൂട്ടാണിത്. ഇത് KK റോഡാണ്, കട്ടപ്പന റൂട്ടാണ്. ഇത് കാണുന്നത് മണർകാട് ഗവൺമെൻറ് UP സ്കൂളാണ് കണ്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തണുത്ത ഏരിയയാണ്. ഇത് പാമ്പാടിയിലുള്ളൊരു സ്കൂളാണ്. ഞാനവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാമ്പാടിയിൽ കുറേ വർഷം താമസിച്ചതാണ്. അപ്പോൾ ഞാൻ ആ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലി എന്നാന്ന് മനസ്സിലായല്ലോ, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ സ്കൂൾ ടീച്ചറല്ല. കണ്ടോ, എൻ്റെ ജോലി ഇതാണ്. ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ മുതൽ വലിയ കുഞ്ഞുങ്ങളെ വരെ ചെറിയ രീതിയിൽ നൃത്തം പഠിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. കണ്ടോ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നോട് എന്ത് സ്നേഹമാണെന്ന് നോക്കിക്കേ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് മാറുകയല്ല. ടീച്ചേഴ്സ് പറഞ്ഞാലും അവർ പോകത്തില്ല. ഞാൻ അവരെ പറഞ്ഞു വിടത്തുമില്ല. കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ലോകം അല്ലേ. ടാറ്റ കൊടുത്തു എന്നിട്ടും അവർ പോകും. ഉച്ചയായപ്പം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ദേ നോക്കിക്കേ, എനിക്ക് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിച്ചു തരും. നല്ല വിഭവസമൃദ്ധമായ സദ്യ. എന്തെല്ലാം കറികളാണെന്ന് നോക്കിയേ. ഞാൻ രാവിലെ ഒന്നും കഴിക്കത്തില്ല, കാരണം 6 മണിയാകുമ്പം ബസ്സിൽ കയറുന്നതാണ്. പിന്നെ ഉച്ചയ്ക്ക് കിട്ടുന്ന ഈ ഭക്ഷണം ആരുമില്ല എൻ്റെ അടുത്ത്. പക്ഷേ കണ്ടാൽ തോന്നും ആരാണ്ടത് വാരിത്തിന്നാൻ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്ന് ധൃതി വെച്ച് വാരിത്തിന്നുക. പിന്നെ ഒരു കൊച്ചപ്പുറം ഇരിപ്പുണ്ട്. അത് ഊണെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരും. അവർ വരുന്നതിന് മുന്നേ ഇതൊന്ന് വാരി കഴിച്ചിട്ട് എനിക്ക് അടുത്ത പരിപാടി തുടങ്ങണം. കണ്ടോ, ഇതെല്ലാം ഞാൻ മാറ്റി. ചിക്കൻ ഞാൻ കഴിക്കില്ല. ചിക്കനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. വറുത്തത് ഒന്നും ഞാൻ കഴിക്കില്ലാത്തത് കൊണ്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുക. ആ കഴിപ്പം കഴിഞ്ഞതേ വീണ്ടും അടുത്ത ബാച്ച് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇത് LP UP കുഞ്ഞുങ്ങളുണ്ട്. ഒരു ആൺകുട്ടി നിൽക്കുന്ന കണ്ടോ, ഏറ്റവും ബൈക്കിൽ ഒരാൺകുട്ടിയേ ഉള്ളൂ. ആ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. തിരിച്ച് വരുമ്പം യാത്ര എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. 1ഉം 2ഉം ബസ്സിലൊക്കെ കയറണം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.